കോഴിക്കോട് ദീപകിന്റെ ആത്മഹത്യയിൽ ഷിംജിത അറസ്റ്റിലായി. ഷിംജിതയെ അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. മകന് നീതി ലഭിക്കണമെന്നും ഇനിയൊരാളും ഇരയാക്കപ്പെടരുത് എന്നും ദീപകിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി. അഞ്ജന, എവിടെ നിന്നാണ് അറസ്റ്റ്? ഷിംജിതയെ എപ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ഗോവിന്ദപുരം സ്വദേശിയായ ദീപകിന്റെ ആത്മഹത്യ, അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെയും. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം മുൻപാണ് ഇതിലെ പ്രതിയായ ഷിംജിതയ്ക്കെതിരെ പോലീസ് കേസ് ചുമത്തിയിരുന്നത്. അപ്പോൾ ഇന്നാണ് ഈ ഒളിവിൽ പോയ പ്രതിയായ ഷിംജിതയെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഉച്ചയ്ക്കായിരുന്നു ഷിംജിതയെ വടകരയിലെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കേസ് ഇട്ടതിന് അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഷിംജിത ഒളിവിൽ പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ലുക്കൌട്ട് സർക്കുലർ ഉൾപ്പെടെ ഇവരെ കണ്ടെത്താനായി പോലീസ് ഇറക്കിയിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടിയാണ് വടകരയിലെ ഒളിവിടത്തിൽ നിന്നും, അത് ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത്, അവിടെ നിന്നുമാണ് മഫ്തിയിലെത്തിയ പോലീസ് സംഘം വളരെ രഹസ്യമായി ഷിംജിതയെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഏതായാലും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ അവരെ വൈദ്യപരിശോധനയ്ക്കായി എത്തിക്കുകയും ചെയ്തു. ഉടൻ തന്നെ കുന്നമംഗലം കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനാണ് ഇതിൻ്റെ അന്വേഷണ ചുമതലയുള്ളത്. അപ്പോൾ ഇവിടെ ഏതായാലും ഒരു കേസിൻ്റെ പ്രവണതയൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ വലിയ രീതിയിലൊരു ജനക്കൂട്ടമുണ്ട്, വലിയ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത് വലിയ ജനരോക്ഷത്തിലേക്കും ഒക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടെ എടുത്തുകൊണ്ടാണ് പോലീസ് ഏതായാലും ഷിംജിതയെ കുന്നമംഗലം കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു. ഇപ്പോൾ BJP ജില്ലാ പ്രസിഡന്റ് ചേരുന്നുണ്ട്. ഒപ്പം കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഇവിടേക്ക് കൊണ്ടുവരില്ല എന്നുള്ളതാണ് പറയുന്നത്. അല്ല, ഞങ്ങൾ ഈ കാര്യത്തിൽ തുടക്കം മുതലേ പറഞ്ഞിരുന്നു. പോലീസിലെ ചില ഉദ്യോഗസ്ഥർക്ക് പോലും ഈ കൊലയാളിയെ സംരക്ഷിക്കാനുള്ള ചില പരിശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ ആ പ്രതിയെ കൊണ്ടുവരുന്ന വാഹനം ഈ മെഡിക്കൽ കോളേജ് സബ് ഇൻസ്പെക്ടർ അരുണിൻ്റെ വാഹനത്തിലാണ്. എങ്ങനെയാണ് ഒരു SIയുടെ വാഹനത്തിൽ ഒരു കൊടും ക്രിമിനലിനെ കൊണ്ടുവരുന്നത്? ആരാണ് ഇതിന് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്? അത്ര പ്രിവിലേജ്ഡ് ഒരു കുറ്റവാളിയാണോ ഇത്? ഇങ്ങനെ ഒരു കുറ്റവാളിക്ക് ഒരു VIP പരിഗണന കൊടുക്കാൻ ആരാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്ന് ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുള്ള സബ് ഇൻസ്പെക്ടർ പറയണം. FIR രജിസ്റ്റർ ചെയ്തത് മുതൽ ഈ പ്രതിയെ സംരക്ഷിക്കാനുള്ള പരിശ്രമമുണ്ട്. കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു തെറ്റും ചെയ്യാത്ത ഒരു നിരപരാധിയെ കൊലക്ക് കൊടുത്തത് ഒരു സൈബർ ആക്രമണത്തിലൂടെയാണ്. എന്തുകൊണ്ടാണ് IT ആക്ടിലെ വകുപ്പില്ലാത്തത്? ഇതിൻ്റെ കൂടെ IT ആക്ടിലെ വകുപ്പ് വരണ്ടേ? വളരെ കൃത്യമാണ്. ഇതൊക്കെ നാളെ കോടതിയിലെത്തുമ്പോൾ FIR ഇട്ട സമയം, അവിടെ പോയ സമയം, ഇതൊക്കെ വരുമ്പോൾ ഈ പ്രതിയെ രക്ഷിക്കാനുള്ള ഒരു ലൂപ്പ് ഹോൾ ഇപ്പം തന്നെ പോലീസ് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പുറമെയാണിപ്പോൾ FIR ഇട്ടത് തന്നെ മാധ്യമപ്രവർത്തകരുടെയും ജനങ്ങളുടെയും ഇടപെടൽ കൊണ്ടാണ്. ഇപ്പോൾ FIR ഇട്ടതിന് ശേഷം പ്രതിയെ എങ്ങനെയാണ് സംരക്ഷിക്കാമെന്നുള്ള ഗവേഷണം നടത്തുകയാണ്. ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരേണ്ട ഒരു പ്രതിയെ എന്തിനാ ഇവരിങ്ങനെ ഭയപ്പെടുന്നത് പോലീസ്? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മെഡിക്കൽ കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജ് ഇവിടെ കുന്നമംഗലം കോടതിയിലേക്ക് ഹാജരാക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ആരുടെ വാഹനത്തിലാണ്? ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ SIയുടെ വാഹനത്തിൽ, സ്വകാര്യ വാഹനത്തിൽ. എന്തേ പോലീസ് വാഹനത്തിൽ കൊണ്ടുവരാത്തത്? MLA-മാരെയും ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് വാഹനത്തിൽ കൊണ്ടുവരുന്ന കേരളത്തിൻ്റെ പോലീസ് സംവിധാനം എന്താ? ഒരു ക്രിമിനലിനെ പോലീസ് ഉദ്യോഗസ്ഥന്റെ വാഹനത്തിൽ കൊണ്ടുവരുന്നത് ഈ അറസ്റ്റിൽ ഉൾപ്പെടെ ഒരു പോലീസ് ഗൂഢാലോചനയുണ്ട് എന്നതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. ഇവിടെ മരണപ്പെട്ട ദീപകിന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വന്ന് നിങ്ങൾക്ക് പരാതിയുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള, ഇപ്പോൾ അന്വേഷണം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഈ കൊലയാളി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഈ SIയെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ചാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. അദ്ദേഹത്തിന് എന്താണ് ഈ പ്രതിയെ സംരക്ഷിക്കാനുള്ള ഇത്ര വലിയ താല്പര്യം? അതുകൊണ്ട് തുടക്കം മുതലേ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ഞങ്ങൾ സംശയിച്ചിരുന്നതാണ്. ആ സംശയം ബലപ്പെടുന്ന നിലപാടാണ് ഇപ്പോൾ സ്വകാര്യ വാഹനത്തിൽ നല്ല VIP കുറ്റവാളിയെ പോലെ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. ഏതായാലും BJP ഉൾപ്പെടെ ആരോപിക്കുന്നത് ഷിംജിതയ്ക്ക് രക്ഷപ്പെടാൻ ഒരു ഗൂഢാലോചന പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം, അതായത് ജനുവരി 19-ാം തീയതി രാത്രിയാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഷിംജിതയെ പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നത് അസ്വാഭാവിക മരണത്തിനുള്ള കേസ് മാത്രമായിരുന്നു. പിന്നീട് കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അതിനെ തുടർന്നാണ് കേസ് മാറ്റി രജിസ്റ്റർ ചെയ്തത്. 108 വകുപ്പ് പ്രകാരമുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. ആത്മഹത്യാ പ്രയത്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അത് 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റം ചെയ്തു എന്നുള്ളതാണ് ഏതായാലും പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഷിംജിതയെ കുന്നമംഗലം കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് വിചാരിക്കുന്നു. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമാണ് ഇവിടെ ഉള്ളത്.
ഏതായാലും നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെ വന്നത് എന്തിനാണ്? എന്താ ഒളിവിലായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതിനെയാണ് വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയായ ഒരു വിഷയമാണ്. അപ്പോൾ അതിൽ പ്രതിനെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. ഞങ്ങളിവിടെ വരുന്നുണ്ട് തന്നെ കാണാൻ വേണ്ടി വന്നതാണ്. അറസ്റ്റ് ചെയ്തെന്ന് അറിയുന്നത്. നേരത്തെ ന്യൂസ് ഉണ്ടായിരുന്നു, അതിൽ കസ്റ്റഡിയിലെടുത്തതെന്ന് അറിയുന്നത്. ഇവിടെയാണോ കുന്നമരാണോ കൊണ്ടുവരുന്നത് കൃത്യമായി അറിയില്ല. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു. അപ്പോൾ അതിലെ പ്രതിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഒന്ന് നേരിട്ടൊന്ന് കാണാം, പിന്നെ കാണാൻ പറ്റൂലല്ലോ ഉള്ളിൽ പോയാലേ. പിന്നെ അത്രയും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലോ ചെയ്തത്. ആരും ചെയ്യാൻ പാടില്ലാത്തത്. ഒരു പുരുഷനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തത്. എന്താ തക്കതായ ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് നമ്മളെ അഭിപ്രായം. അത്രയും ഒരു റീച്ചിന് വേണ്ടി ചെയ്താണല്ലോ. നല്ലൊരു കാര്യത്തിൽ ഷിംജിത അറസ്റ്റിലായിട്ടുണ്ട്. ഷിംജിതയെ അല്പസമയത്തിനും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. മകന് നീതി ലഭിക്കണം, ഇരയാക്കപ്പെട്ടു എന്താണ് ദീപകിന്റെ കുടുംബത്തിന്റെ പ്രതികരണങ്ങൾ. അതിലുള്ള പ്രതികരണങ്ങൾ നാട്ടുകാരുടെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. അതിനിടയിലാണ് വിദേശത്ത് കടന്നു എന്ന വാർത്ത വന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അഞ്ജന സുമാരാണ് വിവരങ്ങൾ നൽകിയത്.